ഹായ്. അതെ അതെ, മലയാളിയാണ്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റ് ആണ്. ഞാനിപ്പം 3rd ഇയർ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിൽ. ഇപ്പം 3rd ഇയർ. ഞാൻ പാർട്ട് ടൈം ആയിട്ട് ടീം ലീഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? എന്താണ്? അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും നമുക്കൊരു കരിയർ സോണിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാവും. അപ്പം ഞങ്ങളുടെ ഈസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ കരിയർ സോൺ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സിനനുസരിച്ച് നമുക്കെല്ലാം ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ലൈക്ക് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ആണ്, നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്, അപ്പോൾ നമുക്ക് എങ്ങനത്തെയൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ കുറേ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഓപ്പൺ അല്ല, ഹോം സ്റ്റുഡൻസിന് മാത്രം ഓപ്പൺ എന്ന്. അപ്പം ലൈക്ക് നമ്മുടെ ആ കരിയർ സോൺ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പം എനിക്ക് ഈ ഇന്റേൺഷിപ്പ് സീമെൻസ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ എഞ്ചിനീയറിംഗ് കമ്പനിയിലാണ് കിട്ടിയത്. അപ്പോൾ അതെനിക്ക് ഈ കരിയർ സോൺ വെബ്സൈറ്റ് വഴിയാണ് കിട്ടിയത്. അങ്ങനെ എനിക്ക് മാത്രമല്ല, എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിന്, അതായത് അവരവരെടുക്കുന്ന കോഴ്സിനനുസരിച്ചുള്ളത് കിട്ടാൻ വേണ്ടി ഈ കരിയർ സോൺ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരിപ്പം ലൈക്ക് എനിക്ക് 1 year മെൻറ്റർഷിപ്പ് പ്രോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ലൈക്ക് ഇന്റേൺഷിപ്പ് കഴിഞ്ഞാലും ആ കമ്പനിയുടെ കൂടെ തന്നെ നമുക്ക് ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ കെയർ സർക്കിൾ എന്ന് പറഞ്ഞ ഏജൻസി, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഏജൻസിയിലോട്ട് വരുന്നത്. അപ്പം ഇവിടെ ഞാനിപ്പം ടീം ലീഡർ ഓർ സീനിയർ കെയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കയറുമ്പോൾ എല്ലാവരും സാധാരണ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്നുള്ള ഒരു കാറ്റഗറി. എങ്ങനെയാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു ജോലിയിൽ ഒരു ഫ്യൂച്ചർ കിട്ടണമെങ്കിൽ ട്രെയിനിങ് എങ്ങനെയാണ്? നമുക്ക് ഈ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നവരോട് ഈ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് എന്താ പറയാ? അപ്പം എനിക്കെന്ന് പറയുന്നത്, ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് ഒരു മെഡിക്കൽ ഫീൽഡിലായിരുന്നു പഠിക്കുന്നത്. അപ്പം എൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് NVQ level 6 ഇക്വലൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ലൈക്ക് ഓൾറെഡി ഒരു ലൈക്ക് ഈ മെഡിസിൻ അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് നമുക്ക് ഈസിലി ടീം ലീഡർ, അല്ലെങ്കിൽ കാരണം നമുക്ക് ഓൾറെഡി ഇച്ചിരി കുറച്ച് മെഡിക്കേഷൻ അവയർനെസ്, ഇപ്പം ഓരോ മരുന്ന് അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, ലൈക്ക് വാട്ട് ഡസ് ഇറ്റ് ഡു, ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ്, അങ്ങനെ എല്ലാത്തിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കയറാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ബട്ട് ലൈക്ക് ഇങ്ങനത്തെ ഒരു മെഡിസിൻ ഫീൽഡേ ഇല്ല, ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടേ ഇല്ലാത്തവർക്ക് ലൈക്ക് ദേ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. ലൈക്ക് അവർക്ക് കുറേ ട്രെയിനിങ്സ് എടുക്കാനുണ്ട്. അങ്ങനെ ആ ട്രെയിനിങ് എല്ലാം ലൈക്ക് ഫസ്റ്റ് എയ്ഡ് എടുക്കണം, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എടുക്കേണ്ട വരും, മെഡിക്കേഷൻ അവയർനെസ്, റിഡോർ, അങ്ങനെ നമുക്ക് കുറേ എല്ലാത്തിനെയും പറ്റി നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി അവർക്ക് ഞങ്ങളുടെ ഏജൻസി കെയർ സർക്കിൾ അതിൻ്റെ ഞങ്ങളുടെ ഗുണം എന്തായിരുന്നു വെച്ചാൽ അവർ തന്നെ ഞങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തു. നമ്മളിപ്പോൾ ഒരു പെർമനന്റ് സ്റ്റാഫ് ആയിട്ടാണ് കയറുന്നെങ്കിലും ആ ഒരു ഏത് കെയർ ഹോമിലാണോ നമ്മൾ കയറുന്നത് അവർ തന്നെ നമുക്ക് ട്രെയിനിങ് തരും. ബട്ട് ഇറ്റ് വിൽ ബി ബിറ്റ് മോർ ലോങ് പ്രൊസീജിയർ. സോ യാ, പഠനത്തിനോടൊപ്പം തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫ് മുന്നോട്ട് പോകുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പൊ 3 വർഷം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം സേവിങ്സ് പീരീഡ് കൂടിയാണ്. അപ്പൊ അതെങ്ങനെയാണ് ഈ പഠനം, ജോലി, സേവിങ്സ് ഇതൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ലൈക്ക് ഫുൾ ടൈം സ്റ്റുഡൻസിന് പാർട്ട് ടൈം എന്ന് പറയുന്നത് ഇവിടെ 20 hours ആണ് അലൗഡ് ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് വെക്കേഷൻ ടൈമിൽ നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. അപ്പം നമുക്ക് ലൈക്ക് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഓരോ ഇയറിലോട്ട്, അതായത് level 5 level 6 മാറുമ്പോൾ അറൌണ്ട് 4 months നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ലൈക്ക് ആ 4 months ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫീസിൻ്റെ ഒരു ഹാഫോളം എമൗണ്ട് നമുക്ക് തന്നെ സേവ് ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഇയർ ഫീസ് എൻ്റെ പാരൻസാണ് ഫണ്ട് ചെയ്തത്. ബട്ട് സെക്കൻഡ് ഇയർ ഞാൻ ഹാഫ് ഫണ്ട് ചെയ്തു, പാരൻസ് ഹാഫ് ഫണ്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അതൊരു വലിയ സേവിങ്സ് ആണ്. കാരണം നമുക്ക് തന്നെ ഇത്രയും ലൈക്ക് അറൌണ്ട് 14-15 lakhs ആണ് പെർ ഇയർ ഫീസ്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഒരു 7-8 lakhs നമുക്ക് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയാൻ നമ്മൾ പഠിക്കാൻ വന്നപ്പോൾ നമ്മൾ അതിന് നല്ലൊരു പ്രയോറിറ്റി എടുക്കണം. ബട്ട് അതുകൊണ്ട് നമുക്ക് 20 hours ജോലി ചെയ്യുവാണെങ്കിലും ബാക്കി നമുക്ക് ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ഷിഫ്റ്റ് മാനേജ് ചെയ്യാൻ എപ്പോഴും പഠിക്കണം. ലൈക്ക് നമുക്ക് എന്നൊക്കെ ക്ലാസ് ഉണ്ടോ അന്ന് ഷിഫ്റ്റ് ഇല്ലാതെ അന്ന് നമുക്ക് ലൈക്ക് നല്ലോണം അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന പോലെ. പിന്നെ ലൈക്ക് ക്ലാസ്സസ് ഇവിടെ ലൈക്ക് നമ്മുടെ നാട്ടിലെ പോലെ 5 days 6 days ഒന്നും ക്ലാസ്സസ് ഇല്ല. മാക്സിമം 3 days or 2 days ക്ലാസ്സസ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഈസിലി ഒരു വീക്കിലെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുവാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ വന്ന സമയം നമ്മൾ ഒത്തിരി പൈസ ഉണ്ടാക്കുകയല്ല നമ്മുടെ പ്രയോറിറ്റി. നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള പ്രയോറിറ്റിയാണ്. അപ്പോൾ ഇപ്പം ഫസ്റ്റ് പ്രയോറിറ്റി സ്റ്റഡീസ്. അപ്പം അതിനുവേണ്ടി നമുക്ക് എങ്ങനെ നമുക്ക് സേവിങ്സ് ചെയ്യാം അതാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. കാരണം നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് അത്രയും വാല്യൂ ഉണ്ട്. അപ്പം നമ്മൾ എത്ര നല്ല ലെവലിൽ നമുക്ക് എത്ര നല്ലോണം മാർക്ക് കിട്ടുന്നോ അത്രയും നമുക്ക് ഫ്യൂച്ചറിൽ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, UK ലൈഫ് വന്നിടത്തോളം നല്ല എക്സ്പീരിയൻസസ് ആണ് ലൈക്ക് വിത്ത് ഗോഡ്സ് ഗ്രേസ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ലൈക്ക് ഒരു
ഷിഫ്റ്റ് എന്ന് പറയുന്നത് 12 hours ആണ്. അപ്പം 8 to 8 ആണ് എൻ്റെ ഷിഫ്റ്റ് യൂഷ്വലി. അപ്പം നമുക്ക് സമ്മറിൽ നല്ല എളുപ്പമാണ്, കാരണം സൺസെറ്റ് എന്ന് പറയുന്നത് 9 o'clock 10 o'clock ആ സമയത്താണ്. അപ്പം നമുക്ക് ലൈക്ക് നൈറ്റ് കാണണ്ടേ വരുന്നില്ല, കാരണം രാവിലെ ആകുമ്പോഴത്തേക്ക് പിന്നെ 8 o'clock ആയി പിന്നെയും. ബട്ട് വിൻ്റർ സീസണിൽ നമ്മൾ പറയുന്ന പോലെ സൺസെറ്റ് ഇസ് ടു ഏർലി. അപ്പം ഒരു 6 o'clock, അതായത് 6 o'clock 5 o'clock ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവാൻ തുടങ്ങും. അപ്പം പക്ഷേ ഇവിടെ നമുക്ക് ലൈക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലം, അങ്ങനത്തെ സ്ഥലത്തിലൂടെ ഒന്നും എനിക്ക് ഇതുവരെ ട്രാവൽ ചെയ്യേണ്ട വന്നിട്ടില്ല. അപ്പോൾ എപ്പോഴും ലൈക്ക് സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ടാവും, ആൾക്കാരുണ്ടാവും. സോ ലൈക്ക് അങ്ങനെ വിജനമായ സ്ഥലം അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് സോ ഐ ഓൺലി ഹാഡ് ഗുഡ് എക്സ്പീരിയൻസസ് ടിൽ നൗ വിത്ത് ഗോഡ്സ് ഗ്രേസ്. സോ യാ, അങ്ങനെ പോകുന്നു. പിന്നെ നമ്മൾ ലൈഫും ഇവിടെ അടിച്ചു പൊളിക്കാൻ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്കിവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ നമുക്ക് ചേർച്ചിലൊക്കെ പോകണമെങ്കിൽ അവിടെ കുറേ സൊസൈറ്റീസ് ഉണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് എന്താണെങ്കിലും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഒരു ഇന്ത്യൻ സൊസൈറ്റി ഉണ്ടാവും. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ സൊസൈറ്റി, കേരള സൊസൈറ്റി എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ലൈക്ക് നമുക്കിപ്പം നമ്മുടെ കൾച്ചറിൽ തന്നെയുള്ള കുറേ പേരുമായിട്ട് ഫ്രണ്ട്സ് ആവും. അതുപോലെ മൾട്ടി കൾച്ചറലി നമ്മൾ ഫ്രണ്ട്സ് ആവേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണാം, പല പല ഏരിയാസിൽ നിന്നുള്ള, വേൾഡിൻ്റെ പല പല കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരെ കാണാം. അപ്പോൾ അവരായിട്ടെല്ലാം മിങ്കിൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ലൈക്ക് ലൈഫ് നമുക്ക് അടിച്ചു പൊളിക്കാനും പറ്റും ഓൺ ദ സെയിം ടൈം. ഇല്ല, നമുക്ക് എപ്പോഴും ഫ്രണ്ട്സും എല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങനെ അതിൻ്റെ കുഴപ്പമൊന്നും ഇല്ല. തുടക്കക്കാരായിട്ട് വരുന്നവരോട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. നമുക്ക് എല്ലാവരും നല്ല ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് സ്റ്റഡീസും ഉണ്ട്, പാർട്ട് ടൈമും ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കണം നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അപ്പം അതെ, നിങ്ങൾ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, സ്മാർട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ യു.